നമസ്കാരം. സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയിൽ കാറും യാത്രക്കാരെയും തട്ടിക്കൊണ്ടുപോയ സംഭവം. 2 ഇന്നോവ കാറുകൾ വടക്കഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികൾ ഉടൻ വലയിലാകുമെന്ന് പോലീസ്. വ്യാവസായിക കാർഷിക പ്രതിസന്ധിയും കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധവും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് CPI ദേശീയ സമിതി അംഗം KP രാജേന്ദ്രൻ. വയനാട് ദുരന്ത നിവാരണത്തിന് ഒരു തരത്തിലുള്ള സഹായവും കേന്ദ്ര സർക്കാർ നൽകാത്തതും ചർച്ചയാവുമെന്നും KP രാജേന്ദ്രൻ. BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർക്ക് സ്വീകരണം നൽകി. കോൺഗ്രസിന്റെ ആശയം ഇന്ത്യയുടെ ആശയമാണെന്ന് സന്ദീപ് വാര്യർ. ഇനി ശരണമന്ത്രങ്ങളുടെ ദിനരാത്രങ്ങൾ. ശബരിമല തീർത്ഥാടന കാലത്തിന് തുടക്കമായി. ഇനിയുള്ള 2.5 മാസത്തോളം കാലം ക്ഷേത്രങ്ങളിൽ ശരണമന്ത്രങ്ങൾ ഉയരും. വാർത്തകൾ വിശദമായി. ദേശീയപാതയിൽ സിനിമ സ്റ്റൈലിൽ കാർ യാത്രികരെയും തട്ടിക്കൊണ്ടുപോയ സംഭവം. സംഘത്തിലെ 2 ഇന്നോവ കാറുകൾ വടക്കഞ്ചേരി പോലീസ് കണ്ടെടുത്തു. കഴിഞ്ഞ ദിവസമാണ് വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ നീലിപ്പാറയിൽ വെച്ച് കിയ കാർ തടഞ്ഞ് കാറിലുള്ള 2 പേരെയും കാറും സംഘം തട്ടിയെടുത്തത്. ഈ ദൃശ്യങ്ങൾ നാട്ടുകാർ മൊബൈലിൽ പകർത്തിയിരുന്നു. പിന്നീട് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് വടക്കഞ്ചേരി പോലീസ് അന്വേഷണം നടത്തിയത്. തട്ടിയെടുക്കപ്പെട്ട കാർ പിന്നീട് വടക്കഞ്ചേരിക്കടുത്ത് റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. എന്നാൽ ഇന്നോവ കാറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്നും കണ്ടെത്തിയിരുന്നു. വടക്കഞ്ചേരി പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് തൃശൂർ കുന്നംകുളം ഭാഗത്തു നിന്നും കാറുകൾ കണ്ടെടുത്തത്. പ്രതികൾ ഉടൻ പിടിയിലാകുമെന്നാണ് വടക്കഞ്ചേരി പോലീസ് പറയുന്നത്. സംഘത്തിൽ 7ഓളം പ്രതികളുള്ളതായാണ് വിവരം. പ്രതികളെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം ലഭിച്ചതോടെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. കാപ്പ ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതികളാണ് സംഘത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. വ്യാവസായിക കാർഷിക പ്രതിസന്ധിയും കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധവും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് CPI ദേശീയ സമിതി അംഗം KP രാജേന്ദ്രൻ. വയനാട് ദുരന്ത നിവാരണത്തിന് ഒരു തരത്തിലുള്ള സഹായവും കേന്ദ്ര സർക്കാർ നൽകാത്തതും ചർച്ചയാവണമെന്നും KP രാജേന്ദ്രൻ പാലക്കാട് മീറ്റ് ദ ലീഡർ പരിപാടിയിൽ പറഞ്ഞു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് 902 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകാനുള്ളത് മറച്ചുവെച്ചാണ് കേരള സർക്കാരിനെതിരെ ദുഷ്പ്രചരണം നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മൾ ഏറ്റെടുത്ത് കൊടുത്ത സ്ഥലമാണ്. അന്യാധീനപ്പെട്ടു പോകാൻ പാടും. കുറച്ച് ഫാക്ടറിയും ഇല്ല, ഇപ്പോൾ ഒന്നും ഇല്ല എന്നൊരു സ്ഥിതിക്ക് ഈ ബെമൽ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ഇന്ത്യയിലെ ഏറ്റവും നവരത്ന എന്ന പൊതുമേഖലയിൽ ആ ഇനത്തിലുള്ള ആ വിഭാഗത്തിലുള്ളതാണ്. ഏറ്റവും ലാഭമുള്ളൊരു സ്ഥാപനം. ഇപ്പോൾ 4000ഓളം ദിവസമായിട്ടുള്ള തൊഴിലാളികൾ സമരം. ഞാൻ ഇത്രയും ദിവസമായിട്ട് ഒരു പത്രമാധ്യമത്തിൽ എവിടെയെങ്കിലും ഒരു ചർച്ച അതുമായി ബന്ധപ്പെട്ട് വായിക്കാൻ എന്തോ ശ്രദ്ധയിൽ വന്നില്ല. അങ്ങനെ ML പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലല്ല, പക്ഷേ അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളല്ലേ. ഈ ബെമൽ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു, വിൽപ്പനയ്ക്ക് വെച്ചു. അന്ന് ഇവിടെ വലിയ സമരങ്ങളൊക്കെ അന്ന് വലിയ തോതിൽ നടന്നു. ഇപ്പോഴും ആ സമരം തൊഴിലാളി നടക്കുന്നുണ്ട്. അവിടുത്തെ തൊഴിലാളി അടച്ചുപൂട്ടി പോയിട്ടില്ലെങ്കിലും ആ വിൽപ്പനയ്ക്ക് വെച്ച പരസ്യമോ ആ നോട്ടിഫിക്കേഷനും പിൻവലിച്ചിട്ടില്ല. അത് വിൽപ്പനയ്ക്ക് വെച്ചു. അപ്പം അന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് 56,000 കോടി രൂപ വിപണി മൂല്യമുള്ള അല്ലെങ്കിൽ അതിന് മൂല്യം 2,000 കോടി രൂപയ്ക്ക് വിൽക്കാൻ തീരുമാനിച്ചു പരസ്യം ചെയ്തു. BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർക്ക് സ്വീകരണം നൽകി. KPCC വാർത്താസമ്മേളനത്തിലെത്തിയ സന്ദീപ് വാര്യരെ K സുധാകരനും VD സതീശനും ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. കോൺഗ്രസിന്റെ പ്രാധാന്യം സന്ദീപിന്റെ വരവിലൂടെ കൂടിയെന്ന് K സുധാകരൻ പറഞ്ഞു. സന്ദീപ് വെറുപ്പിന്റെ രാഷ്ട്രീയം വിട പറഞ്ഞാണ് കടന്നുവരുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും വ്യക്തമാക്കി. BJPയുമായി മാനസികമായി അകന്ന സന്ദീപ് പിന്നീട് കോൺഗ്രസിൽ ചേക്കേറുകയായിരുന്നു. കോൺഗ്രസിന്റെ ആശയം ഇന്ത്യയുടെയും ആശയമാണെന്ന് സന്ദീപ് വാര്യർ. കോൺഗ്രസിൽ അംഗത്വമെടുത്തതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങേയറ്റത്തെ ഒറ്റപ്പെടുത്തലും വേട്ടയാടലുമാണ്. ഞാൻ ഇന്ന് ഈ നിമിഷം കോൺഗ്രസിന്റെ ആഫീസിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിന്റെയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി K സുരേന്ദ്രനും സംഘവുമാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. കേരളത്തിലെ CPIM-മായി ചേർന്ന് മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിനെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. കരിവന്നൂരും കൊടകരയും തമ്മിൽ പരസ്പരം വെച്ചുമാറുന്നതിനെ എതിർത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്.
അങ്ങേയറ്റത്തെ വെറുപ്പും വിദ്വേഷവും മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഇത്രകാലം ജോലിയെടുത്തു എന്ന ജാള്യതയാണ് ഇപ്പൊ എന്നെ പേറുന്നത്. വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് സ്നേഹവും കരുതലും പ്രതീക്ഷിച്ചതാണ് തെറ്റ്. സ്നേഹത്തിന്റെ കടയിൽ അംഗത്വം എടുക്കുകയാണെന്നും സന്ദീപ് പറഞ്ഞു. വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ ഇത്രയും കാലം ജോലി ചെയ്തു എന്ന ജാള്യതയാണ് എനിക്കുള്ളതെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു. വർത്തമാന കാലഘട്ടത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾ അവഗണന നേരിടുകയാണെന്ന് ദ്രാവിഡ മുന്നേറ്റ പാർട്ടി ജനറൽ സെക്രട്ടറി VP സന്തോഷ്. സംവരണമില്ലായിരുന്നുവെങ്കിൽ പിന്നോക്ക വിഭാഗക്കാർ എവിടെയും എത്തില്ലായിരുന്നുവെന്നും VP സന്തോഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അടിസ്ഥാന വിഭാഗത്തിന്റെ മുന്നേറ്റമാണ് DMP ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാർത്താസമ്മേളനത്തിൽ വൈക്കം വിനോദ്, PK ബിജു, KR സുശീലൻ, ഉണ്ണികൃഷ്ണൻ തൊടുപുഴ എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ശേഷമായി മന്ത്രിസഭയിലെ രണ്ടാമനാണ് കേരളാദാസ്. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന ഈ സംഭവ വികാസങ്ങളും കോലാഹലങ്ങളൊക്കെ. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് വരെ ഒരു പരിധി വരെ സാമുദായിക വളർച്ചയുടെ ഈറ്റില്ലം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലിന്റെ ഭാഗമായി തെളിച്ചെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ നമുക്കറിയാം. അവരുടെയൊക്കെ ശക്തമായ സമ്മർദ്ദം കൊണ്ട് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ദേവസ്വം വകുപ്പ് പോലും മാറ്റി കൊടുത്തു. എന്തുകൊണ്ട് കേരളത്തിന് കൊടുത്തില്ല? എന്തുകൊണ്ടാണ് കേരളം കൊടുക്കാൻ? ഈ കേരളത്തില് പട്ടിക വിഭാഗങ്ങൾ എന്നും അകറ്റി നിർത്തപ്പെടുന്ന ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സാമുദായിക സംഘടനകളൊക്കെ കേരളത്തിൽ ഒത്തിരി ഉണ്ട്, നിരവധിയുണ്ട്. രാഷ്ട്രീയ പാർട്ടികളാരും ഇങ്ങനെ ഒരു ലെവലിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടില്ല. എന്നാൽ ഞങ്ങൾ ചിന്തിക്കുന്നതും ഞങ്ങൾ സ്വപ്നം കാണുകയല്ല, എന്നാൽ ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള യാത്രയുടെ ഭാഗമായി. ഒരു ഇടവേള. മറ്റു വാർത്തകളിലേക്ക്. ട്വിങ്കിൾ മെമ്മോറിയൽ ഹിന്ദു UP സ്കൂളിന്റെ 125ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും 90 വയസ്സ് പ്രായവുമായ വേണുഗോപാലൻ നായർ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. അന്ന് ഈ സ്കൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഗേൾസ് സ്കൂൾ മാത്രം വടക്കേത്തര 2, ഒരു എലിമെൻ്ററി സ്കൂള്, ചെരമണി നായർ സ്കൂള്, അവിടെ അങ്ങനെ 3 സ്കൂള്. അതിനുശേഷമാണ് പുതുക്കോട് സർവജന ഹൈസ്കൂള്. അതും കഴിഞ്ഞ് 5-8 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ചെറാ സ്കൂൾ മഞ്ഞപ്പള്ളിയും വന്നത്. ഇതെല്ലാം വന്നോട് കൂടിയിട്ട് ഈ സ്കൂളിലെ സ്റ്റാൻഡേർഡും കുറഞ്ഞു വരാൻ തുടങ്ങി, സ്കൂളിലെ കുട്ടികളും കുറഞ്ഞു വരാൻ തുടങ്ങി. അങ്ങനെയെങ്കിലും ഇതുവരെയെങ്കിലും നടന്നു പോകുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇത് എൻ്റെ മനസ്സിനകത്തുണ്ട്. അപ്പോൾ ഇതുവരെ എന്തെങ്കിലും ഇതിനു വേണ്ടി സംഭാവനയ്ക്കോ മറ്റുള്ള രീതിയിൽ വീട്ടിൽ വന്ന് തിരിക്കുക പതിവുണ്ട്. പുരുഷോത്തമ നായർ, ജേക്കബ് മാഷ്, ഞാൻ പഠിക്കുന്ന സമയത്ത് വെങ്കിടീശ്വര അയ്യരായിരുന്നു. അത് കഴിഞ്ഞ് മകൻ അനിയൻ കൃഷ്ണമണിയല്ല, രണ്ടാമത്തെ ആൾ. മൂന്നാമത്തെ ആൾ വന്നിട്ട് ആച്ചാമാഷ് വരെ 3 പേരും എന്നെ പഠിപ്പിച്ചിട്ട് ബാക്കിയുള്ള സ്കൂൾ മാഷന്മാരെല്ലാം പുതുക്കോടുന്ന ബ്രാഹ്മണ സമൂഹമായിരുന്നു. അന്ന് സ്റ്റാൻഡേർഡും സ്കൂളിലെ സ്റ്റാൻഡേർഡും മറ്റുള്ള രീതിയിൽ ചെയ്ത് ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസം കുറഞ്ഞ 8ാം ക്ലാസ് വരെ കഴിഞ്ഞതിന് ശേഷം അതിനനുസരിച്ചിട്ടുള്ള ജോലിയാണ് എനിക്ക്. ഞാൻ പിന്നെ പഠിക്കാൻ പറ്റാതെ ഇടയിൽ വന്നു. സാമ്പത്തിക അനുസരിച്ച് അങ്ങനെ പട്ടാളത്തിൽ ചെന്ന് ചേർന്നു. 14.5 വയസ്സിൽ പട്ടാളത്തിൽ ചെന്ന് ചേർന്നു. പൂർവ്വ വിദ്യാർത്ഥി K സന്തോഷ് കുമാർ അധ്യക്ഷനായി. പ്രധാനാധ്യാപിക ബിന്ദു ജോൺ, ഏലിയാസ് മാസ്റ്റർ, ജെയ്സൺ മാസ്റ്റർ, കുട്ടിയാലി മാസ്റ്റർ, ഗ്രേസി ടീച്ചർ, ശ്യാമൾ ടീച്ചർ, ഹരേഷ്, സരള, സനീഷ് എന്നിവർ സംസാരിച്ചു. LP സ്കൂൾ കാലഘട്ടം മുതൽ പഠിച്ച പല അനുഭവങ്ങളും പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമത്തിൽ പങ്കുവച്ചു. വീട്ടുവളപ്പിൽ വാഴക്കുഴിയെടുത്ത് സൂക്ഷിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. 116 കിലോയോളം ഹാൻഡ്സ് പാക്കറ്റുകളാണ് പിടിച്ചെടുത്തത്. വീട്ടുവളപ്പിൽ വാഴക്കുഴിയെടുത്ത് സൂക്ഷിച്ച 116 കിലോഗ്രാം നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻഡ്സ് ആണ് പിടികൂടിയത്. കിഴക്കഞ്ചേരി എരുക്കംചിറ പഴാർണി രാജാമണിയുടെ വീട്ടുവളപ്പിലാണ് സംഭവം. കുഴിയെടുത്ത് ഹാൻഡ്സ് പാക്കറ്റുകൾ മൂടിയ ശേഷം മുകളിൽ വാഴ നടുകയായിരുന്നു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വടക്കഞ്ചേരി പോലീസ് നടത്തിയ പരിശോധനയിൽ ഹാൻഡ്സ് കണ്ടെടുക്കുകയായിരുന്നു. രാജാമണിയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ഇനി ശരണമന്ത്രങ്ങളുടെ ദിനരാത്രങ്ങൾ. ശബരിമല തീർത്ഥാടന കാലത്തിന് തുടക്കമായി. കറുപ്പുമുടുത്ത് ഇരുമുടിക്കെട്ടുമായി ശബരിമലയിലേക്ക് പോകുന്ന മണ്ഡല മാസാചരണത്തിന് തുടക്കമായി. വൃശ്ചിക പുലരിയിൽ 100 കണക്കിന് വിശ്വാസികളാണ് മുദ്രാമാലയണിഞ്ഞ് അയ്യപ്പ ദർശനത്തിന് തയ്യാറെടുക്കുന്നത്.
ഇനിയുള്ള 2.5 മാസത്തോളം കാലം ക്ഷേത്രങ്ങളിലും നാട്ടിൻപുറങ്ങളിലുമെല്ലാം ശരണമന്ത്രങ്ങൾ ഉയരും. മണ്ഡലമാസാചരണത്തിൻ്റെ ഭാഗമായി വിവിധ ക്ഷേത്രങ്ങളിൽ അയ്യപ്പൻ വിളക്ക് ഉത്സവത്തിനും തുടക്കമായി. ക്ഷേത്രങ്ങൾക്കൊപ്പം നാട്ടിൻപുറങ്ങളിലെല്ലാം ബുധൻ, ശനി ദിവസങ്ങളിൽ അയ്യപ്പൻ വിളക്കുകൾ നടക്കും. മണ്ഡലകാലത്തോടനുബന്ധിച്ച് വടക്കഞ്ചേരി ബ്രാഹ്മണ സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ വേദജപവും ശാസ്താവിന് അഷ്ടാഭിഷേകവും നടത്തി. കൊടിക്കാട്ടുകാവ് ക്ഷേത്രം മേൽശാന്തി രാമകൃഷ്ണ ഭട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. दुर्गा देवीगं शरणमहं प्रपद्ये सुदर्शनसे नमः अग्ने त्वम्बारयानभ्यो अस्मान् स्वस्ति दुर्गाणि विश्वा ओषवद्वीपकुलानो उर्वीपवातोगाय शम्योः विश्वानिनो दुर्गा यादवेदस्यन्तं न नामादिपर्षि अग्ने त्रिमन्मनसा गृहाणो अस्माकं भोज्यविदातनूना കിഴക്കഞ്ചേരി എരിക്കുംചിറ പഴാർണിയിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ആഘോഷിച്ചു. ശനിയാഴ്ച ഗണപതി ഹോമത്തോടെ അയ്യപ്പൻ വിളക്ക് ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് ഉഷപൂജ, വൈകിട്ട് പാലക്കൊമ്പെഴുന്നള്ളത്ത് എന്നിവ ഉണ്ടായിരുന്നു. കൊട്ടേക്കാട് നമ്പൂതിരിമുത്തൻ ക്ഷേത്ര പരിസരത്ത് നിന്നുമാണ് പാലക്കൊമ്പെഴുന്നള്ളത്ത് ആരംഭിച്ചത്. രാത്രി ഗണപതി പൂജകൾക്ക് ശേഷം കൊന്നഞ്ചേരി കണ്ണപ്പനാശാനും സംഘവും അവതരിപ്പിച്ച അയ്യപ്പൻ പാട്ടും ഉണ്ടായിരുന്നു. കിഴക്കഞ്ചേരി തൃപ്പന്നൂർ മഹാശിവക്ഷേത്രത്തിലും മണ്ഡലമാസത്തോടനുബന്ധിച്ച് അയ്യപ്പൻ വിളക്ക് ഉത്സവം സംഘടിപ്പിച്ചു.